നമസ്കാരം. നിത്യജ്യോതിഷത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നിലവിളക്കിന് വളരെയധികം പ്രത്യേകതകളുണ്ട്. അതിൽ പ്രധാനമായും പറയുവാൻ സാധിക്കുന്നത് സർവ്വദേവതകളുടെയും ചൈതന്യം കുടികൊള്ളുന്ന ഒരു അത്ഭുതകരമായ വസ്തു എന്ന രീതിയിലാണ്. ബ്രാഹ്മണർക്ക് അഗ്നിയാണ് ദൈവം എന്നാണ് പറയപ്പെടുന്നത്. ഇന്ന് വിളക്കുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് പറയാനായി പോകുന്നത്. ചിത്രത്തിൽ 2 വിളക്ക് കാണാവുന്നതാണ്. ആദ്യത്തെ വിളക്ക് 2 തിരിയിട്ട വിളക്കാണ്. രണ്ടാമത്തെ വിളക്ക് ഭദ്രദീപമാണ്, അതായത് 5 തിരിയിട്ട വിളക്ക്. ഈ 2 വിളക്കുകളിൽ ഒരു വിളക്ക് നിങ്ങൾ തിരഞ്ഞെടുക്കുക. അപ്രകാരം തിരഞ്ഞെടുത്ത ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതായ ചില കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ഈ തൊടുകുറിയിലൂടെ മനസ്സിലാക്കാം. ഏവരും ഇഷ്ടദേവതയെ തന്നെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് സർവ്വ ഐശ്വര്യങ്ങളും ഉയർച്ചയും സൗഭാഗ്യങ്ങളും തേടിയെത്തണമെന്ന് ഇഷ്ടദേവതയോട് കണ്ണുകൾ അടച്ചു തന്നെ പ്രാർത്ഥിക്കുക. ശരിയായ രീതിയിൽ പ്രാർത്ഥിച്ചാൽ മാത്രമേ ശരിയായ രീതിയിലുള്ള ഫലങ്ങൾ, അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരൂ. നിങ്ങളേവരും പ്രാർത്ഥിച്ചു എന്നാണ് കരുതുന്നത്. ഇനി എല്ലാവരും പതുക്കെ കണ്ണുകൾ തുറന്ന് ഈ തന്നിരിക്കുന്നതിലെ ഒരു വിളക്ക് തിരഞ്ഞെടുക്കുക. ഏവരും ഒരു വിളക്ക് തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും നിങ്ങളുടെ ഇഷ്ടദേവതയുടെ നാമം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനായി ശ്രമിക്കുക. എല്ലാ ഞായറാഴ്ചകളിലും തിങ്കളാഴ്ചകളിലും മഹാദേവൻ്റെ പ്രത്യേക പൂജ നടക്കുന്നതാണ്. താല്പര്യമുള്ളവർക്ക് നിങ്ങളുടെ പേരും നക്ഷത്രവും കമൻറ്റ് ബോക്സിൽ കുറിക്കാവുന്നതാണ്. ആദ്യത്തെ വിളക്ക് അഥവാ 2 തിരിയിട്ട വിളക്കാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രധാനമായും ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ, അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ അവസരങ്ങൾ, ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ വന്നു ഭവിക്കണം എന്ന് തന്നെയാണ്. അത്തരത്തിൽ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലം വന്നു ചേരുമെന്ന് തന്നെയാണ് തൊടുകുറിയിലൂടെ പരാമർശിക്കുവാൻ സാധിക്കുക. കാരണം പുതിയ അവസരങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു. എന്നാൽ ഈ വന്നു ചേരുന്നതായ അവസരം അത് ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. അതല്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് ശുഭകരമായ ഫലങ്ങൾക്ക് കാരണമായി തീരില്ല എന്ന കാര്യവും മറക്കരുത്. അതിനാൽ വന്നു ചേരുന്ന അവസരങ്ങൾ ഉപയോഗിക്കുക. സൗഭാഗ്യങ്ങൾ ഒരുമിച്ചായിരിക്കും നിങ്ങൾക്ക് വന്നു ചേരുക. ഒന്നിനു പുറകെ ഒന്നായി പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മനസ്സിൽ വളരെയധികം നന്മയുള്ളവരാണ് നിങ്ങൾ. അത് പല അവസരങ്ങളിലും പലരും പറഞ്ഞു തന്നിട്ടുള്ള കാര്യവുമാണ്. അത്തരത്തിൽ നിങ്ങളുടെ മനസ്സിൻ്റെ നന്മയായാലും നിങ്ങൾക്ക് പല കാര്യങ്ങളും അനുകൂലമായി ഭവിക്കുമെന്ന് തന്നെയാണ് ഫലം. നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യകാലത്തിന് തുല്യമായ ചില കാര്യങ്ങൾ ഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള തടസ്സങ്ങളും വിഷമതകളും നിലവിലുണ്ട്. അത് ജീവിതത്തിൽ പലപ്പോഴായി അനുഭവിക്കുന്നതും ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങളാണ്. അത് ധനപരമായ കാര്യങ്ങൾ തന്നെ ആകണമെന്നില്ല. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും വിഷമതകൾ നിങ്ങൾക്കുണ്ട്. ആ വിഷമതകൾ മാറണമെന്ന് നിങ്ങൾ അതിയായി ആഗ്രഹിക്കുകയും എന്നാൽ അതിനുവേണ്ടി വളരെ ശ്രമങ്ങൾ നടത്തിയിട്ടും പരാജയപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾക്ക് നിലവിലുള്ളത്. എന്നാൽ മാറ്റങ്ങൾ വന്നു ചേരുമെന്ന് തന്നെയാണ് ആദ്യത്തെ ചിത്രം തിരഞ്ഞെടുത്തതിലുള്ള ഫലം. അവസരങ്ങൾ നിങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിച്ച് മുന്നോട്ട് പോവുക. വിദ്യയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലം വന്നു ചേരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അതിന് നിങ്ങൾക്ക് സാധിക്കുമെന്ന് തന്നെ പറയാം. സ്വപ്നലോകത്ത് എന്നതുപോലെ തന്നെ അനുകൂലമായ സമയമാണ് നിങ്ങൾക്കുള്ളത് എന്നതാണ് വാസ്തവം. പല കാര്യങ്ങളും സ്വപ്നമായി തന്നെ നിങ്ങൾക്ക് തോന്നാം. കാരണം നടക്കില്ല എന്ന് വിചാരിച്ച ചില കാര്യങ്ങൾ നടക്കുക, ചില അത്ഭുതകരമായ ശുഭവാർത്തകൾ കേൾക്കുക, ചില അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാതെ കടന്നു വരിക, അത്തരത്തിൽ പല കാര്യങ്ങളും, അതായത് നിങ്ങൾക്ക് ഞെട്ടൽ ഉളവാക്കുന്നതായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയും ഈ സമയത്തുണ്ട്. ഏറ്റവും ഉത്തമമായ അവസരങ്ങൾ തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ആ കാര്യം പ്രത്യേകം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. ചില അവസരങ്ങൾ വരുമ്പോൾ തനിക്ക് ഇത് അനുകൂലമാകുമെന്ന ചിന്ത നിങ്ങൾക്ക് തനിയെ കടന്നു വരും. അങ്ങനെ വരുമ്പോൾ ആ അവസരങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്നതായ വ്യക്തികളുമായി ബന്ധപ്പെട്ട സ്നേഹം നിങ്ങൾക്ക് ലഭിക്കും. അതായത് ഭാര്യാഭർത്താക്കന്മാർക്കിടയിലെ തർക്കങ്ങൾ
വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ എന്നിവയെല്ലാം നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കും. സ്നേഹം നിറഞ്ഞ ഒരു കാലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. തൊഴിലുമായി ബന്ധപ്പെട്ട് പുതിയ കാഴ്ചപ്പാടുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. തൊഴിൽപരമായി പുതിയ അവസരങ്ങൾ വന്നു ചേരാം. പുതിയ തൊഴിലവസരങ്ങൾ പ്രധാനമായും ജോലി മാറുക, നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ജോലി ലഭിക്കുക, കൂടാതെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് ആത്മബലം വർദ്ധിക്കുന്നതായ സമയം തന്നെയാണിത്. പല കാര്യങ്ങളിലും ആത്മവിശ്വാസം നിങ്ങൾക്ക് വർദ്ധിക്കും. അത് എനിക്ക് സാധിക്കും, അല്ലെങ്കിൽ ഞാനത് ചെയ്താൽ വിജയം നേടുവാൻ സാധിക്കും തുടങ്ങിയ ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരാം. മനസ്സിലേക്ക് പോസിറ്റീവായ ഊർജം കടന്നു വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാണ്. മറ്റു വ്യക്തികൾക്ക് പോലും, അല്ലെങ്കിൽ നിങ്ങളോടൊപ്പമുള്ള ആളുകൾക്ക് പോലും വളരെ അത്ഭുതമായിട്ട് തന്നെ ഇത് തോന്നാം. നിങ്ങൾക്ക് പെട്ടെന്ന് ഇത്തരത്തിൽ മാറ്റങ്ങൾ വന്നു ചേരുന്നത് അവർക്ക് പോലും അത്ഭുതം തോന്നുന്നതായ കാര്യമായി മാറും. അത്തരത്തിൽ ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. പണം പല വഴിയിലൂടെയും വരും. അത് സഹായമാകാം, അതല്ല എങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാതെ ലഭിക്കുന്ന പണമാകാം, സാമ്പത്തികമായ ഉയർച്ചയാകാം. അത്തരത്തിൽ പല വഴികളിലൂടെയും ധനം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുവാൻ സാധ്യത വളരെ കൂടുതലാണ്. ശാരീരികപരമായി ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. എന്നാൽ ആവശ്യത്തിന് വിശ്രമം നിങ്ങൾ എടുക്കുക. കാരണം ആരോഗ്യപരമായി ചിന്തിക്കുമ്പോൾ ആവശ്യമായ വിശ്രമം നിങ്ങൾ എടുത്തില്ല എങ്കിൽ നിങ്ങൾക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങളും വന്നു ചേരാം. ഈ സമയം നിങ്ങൾക്ക് പൊതുവെ അനുകൂലമാണ്. നിങ്ങൾ ചെയ്യുന്നതായ കാര്യങ്ങളിൽ വിജയങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ എന്നിവ വന്നു ചേരാം. ഈ സമയം ശരിയായ രീതിയിൽ വിനിയോഗിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ധനപരമായ പ്രശ്നങ്ങളാണ് എങ്കിൽ അതും പരിഹരിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഫലം. ഇനി 5 തിരിയിട്ട ഭദ്രദീപമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന ഫലം എന്തൊക്കെയാണെന്നാണ് പരിശോധിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ചും വളരെ നിഷ്കളങ്കരായ വ്യക്തികളാണ് നിങ്ങൾ. പലപ്പോഴും പല കാര്യങ്ങളും മറ്റുള്ളവരോട് പറയാതിരിക്കുവാൻ ഇവർക്ക് സാധിക്കില്ല എന്നതാണ് വാസ്തവം. മനസ്സിന് നന്മയുള്ള വ്യക്തികളാണ് എന്നതും നിങ്ങളുടെ പ്രത്യേകതയായി തന്നെ പറയാം. സ്വാതന്ത്ര്യം പൊതുവെ ഇഷ്ടപ്പെടുന്നതായ വ്യക്തികളാണ് നിങ്ങൾ. ഇവർ സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കുവാനും സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുവാനും ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തുകയും ചില അവസരങ്ങളിൽ അത്തരം കാര്യങ്ങളിൽ പരാജയങ്ങൾ നേരിടേണ്ടി വന്നതുമായ വ്യക്തികളാണ് നിങ്ങൾ. പൊതുവെ മറ്റുള്ളവരെ പറ്റിക്കാൻ താല്പര്യമില്ലാത്ത വ്യക്തികളാണ് നിങ്ങൾ. എന്നാൽ നേരെ തിരിച്ചാണ് കാര്യങ്ങൾ സംഭവിക്കുക. പലരും നിങ്ങളെ പറ്റിക്കും. അത് നിങ്ങളുടെ വേണ്ടപ്പെട്ടവരാകാം, നിങ്ങളോട് അടുത്ത് നിൽക്കുന്ന വ്യക്തികളാകാം, തീരെ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്ന് പോലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. അതിനാൽ തന്നെ വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ് എന്ന കാര്യവും നിങ്ങൾ ഓർക്കുക. അതല്ല എങ്കിൽ വീണ്ടും ഇവരെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ ഇത്തരത്തിലുള്ള നഷ്ടങ്ങൾ ഇനിയും നിങ്ങൾക്ക് സംഭവിക്കും. പല രീതിയിലുള്ള മുന്നേറ്റങ്ങൾ നിങ്ങൾക്ക് നടത്തുവാൻ സാധിക്കും. അതിന് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരും, അഥവാ അവസരങ്ങൾ വന്നു ചേരും. അതിനാൽ തന്നെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നേറുവാനും ഇനി ധനപരമായും അല്ലാതെയും നേട്ടങ്ങൾക്കുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എന്നതാണ് ഫലം. പല ആഗ്രഹങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ട്. അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ നടക്കാതിരിക്കുന്നത് മൂലം, അഥവാ പല കാര്യങ്ങളും ആഗ്രഹിച്ച് നടക്കാതിരിക്കുന്നത് മൂലം നിങ്ങൾക്ക് വളരെ വിഷമവും ഇപ്പോൾ മനസ്സിലുണ്ട്. എന്നാൽ ഈ ആഗ്രഹങ്ങളിൽ പലതും ലളിതമായ ആഗ്രഹങ്ങളാണ്. അത്തരം ആഗ്രഹങ്ങൾ പോലും ഇതുവരെ നടന്ന് കിട്ടിയിട്ടുണ്ടാകില്ല. എന്നാൽ അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യത ഇരട്ടിച്ചിരിക്കുന്ന സമയമാണിത്. നിങ്ങളുടെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾക്കായി ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ വിജയം കാണുമെന്ന് തന്നെയാണ് ഫലം. കൂടാതെ പല വ്യക്തികളും നിങ്ങളോട് കള്ളത്തരം കാണിക്കുകയും നിങ്ങളെ ചതിക്കുവാൻ ശ്രമിക്കുകയും അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നതായ അവസരം, അല്ലെങ്കിൽ മറഞ്ഞിരിക്കുന്ന നിങ്ങളെ ഉപദ്രവിക്കുന്നതായ വ്യക്തികളെ തിരിച്ചറിയുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ ഇഷ്ടദേവതാ കടാക്ഷത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. നന്മയുള്ളവരാണ് എന്നതാണ് നിങ്ങളുടെ എടുത്തു പറയേണ്ട ഒരു സവിശേഷത. അത് ഏവരും അംഗീകരിക്കുന്നതായ ഒരു കാര്യവുമാണ്. എന്നാൽ എടുത്തുചാട്ടം പാടില്ല എന്ന കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിൽ ഓർക്കുക. പല കാര്യങ്ങളിലും എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കുകയും അത് നിങ്ങൾക്ക് പിന്നീട് ദോഷകരമായി ഭവിക്കുവാനുള്ള സാധ്യതയും കൂടുതലാണ്. നിങ്ങൾ വളരെ ആദർശം ഉള്ളവരാണ്.
ആദർശം കാക്കുവാനും സാധിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. പല തീരുമാനങ്ങളും എടുക്കേണ്ട സമയത്ത് എടുക്കുവാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ ശരിയായ രീതിയിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിച്ചില്ല എന്ന വിഷമം മനസ്സിലുള്ളവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ അത്തരം കാര്യങ്ങൾ കഴിഞ്ഞുപോയി എന്ന കാര്യം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ സാധിക്കാതെ പോയ കാര്യങ്ങളെല്ലാം മറന്നു കളയുക. ഇനി നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ശരിയായ രീതിയിൽ അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ പലവിധ നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് സാമ്പത്തികപരമായും അല്ലാത്തതുമായ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള പലവിധ ദുഃഖങ്ങളും ഇപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നതും വാസ്തവമാണ്. എന്നാൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി നിങ്ങൾ ഇനി മുതൽ പ്രവർത്തിക്കുകയാണ് വേണ്ടത്. അപ്രകാരം പ്രവർത്തിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് നേട്ടങ്ങൾ വർദ്ധിക്കും. മികച്ചതായ തൊഴിലവസരങ്ങൾ ലഭിക്കാതെ നിങ്ങൾ കഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് അർഹമായ പല കാര്യങ്ങളും ലഭിക്കാതെ കഷ്ടപ്പെടുന്നതായ വ്യക്തികളാണ് എങ്കിൽ അത്തരം കാര്യങ്ങളിൽ വളരെ വലിയ മാറ്റങ്ങൾ തന്നെ ഇനി വന്നു ചേരും. നിങ്ങളുടെ ജീവിതത്തിലുള്ള കാര്യങ്ങൾ, ആഗ്രഹിച്ചതായ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. മികച്ച തൊഴിൽ ലഭിക്കുവാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് വർദ്ധിക്കുന്നതായ സമയവും വന്നു ചേരും. രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തതിലൂടെ നിങ്ങൾ ആഗ്രഹിച്ചതായ ജോലി ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി തൊഴിൽ മുതലായ കാര്യങ്ങൾ ലഭിക്കുകയാണെങ്കിൽ അതിൽ തന്നെ അല്പനാൾ ഉറച്ചു നിൽക്കുവാൻ പ്രധാനമായും ശ്രദ്ധിക്കുക. ഉടനെ തന്നെ ആ തൊഴിൽ വിട്ട് മറ്റൊരു തൊഴിലിലേക്ക് ചാടാതെ ലഭിച്ച തൊഴിലിൽ അല്പനാൾ പിടിച്ചു നിൽക്കുവാനായി ശ്രമിക്കുക. ജോലി സംബന്ധിയായി മറ്റും പല രീതിയിലുള്ള തെറ്റിദ്ധാരണകൾ നിങ്ങൾക്ക് കടന്നു വരാം. എന്നാൽ ഇനി മുതൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകേണ്ടതും അനിവാര്യം തന്നെയാണ്. ഇവിടെ പ്രധാനമായും പറയേണ്ടത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതായ ചില കാര്യങ്ങൾ തിരികെ ലഭിക്കാനുള്ള സാധ്യതയാണ്. അത് നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും. നഷ്ടപ്പെട്ടതായ സ്വർണമോ നിങ്ങളുടെ അഭിമാനമോ പണമോ അങ്ങനെ എന്തു വേണമെങ്കിലും ആവാം. അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു ലഭിക്കുവാനായി പോകുകയാണ്. ഈ കാര്യങ്ങൾ കേട്ട് ഉടനെ തന്നെ ഇത് സംഭവിക്കാം എന്നല്ല, എന്നാൽ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നതാണ് വാസ്തവം. അതിനാൽ വൈകിയാലും നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും. ആരോഗ്യപരമായ ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. തീർച്ചയായും നിലവിൽ ആരോഗ്യപരമായ പലവിധ പ്രശ്നങ്ങളും നിങ്ങൾക്കുണ്ട്. ആരോഗ്യപരമായ പല പ്രശ്നങ്ങളും ഉള്ളവരാണ് നിങ്ങളെങ്കിൽ ഭഗവാനോട് മനസ്സലിഞ്ഞ് പ്രാർത്ഥിക്കുക. വരുന്ന നാളുകളിൽ നിങ്ങളുടെ രോഗങ്ങളിൽ നിന്നുമെല്ലാം മുക്തി ലഭിക്കും. പഠനവുമായി ബന്ധപ്പെട്ട് ഏകാഗ്രത തീരെ ഇല്ലാത്തവരാണ് നിങ്ങളെങ്കിൽ അതെല്ലാം മാറി പഠനത്തിൽ വളരെ വലിയ വിജയം നിങ്ങളെ തേടി വരുന്നതാണ്. മത്സര പരീക്ഷകളോട് വളരെ താല്പര്യമുള്ള ആളുകൾക്ക് അത്തരം പരീക്ഷകൾ വിജയിക്കാനും ജോലി ലഭിക്കാനും വളരെ സാധ്യത കാണുന്ന ഒരു സമയമാണ്. മറ്റുള്ളവർ നിങ്ങളെ ചതിച്ചാലും നിങ്ങളുടെ മനസ്സ് ഒരിക്കലും ഉരുകി തീരരുത്. കാരണം നിങ്ങൾക്ക് നല്ലൊരു സമയം വരാൻ പോവുകയാണ് എന്ന കാര്യം മറക്കാതിരിക്കുക. മനസ്സ് വിഷമിച്ച് ജീവിതം നശിപ്പിക്കാനായി ഇറങ്ങി പുറപ്പെടരുത്. പല പ്രശ്നങ്ങളും ജീവിതത്തിൽ ഉണ്ടായാലും നിങ്ങൾ ഭഗവാനിൽ മനസ്സ് അർപ്പിച്ച് മുന്നോട്ട് പോയാൽ എല്ലാ തോൽവികളും നിങ്ങൾക്ക് വിജയമാക്കി മാറ്റാൻ സാധിക്കും. കാരണം നിങ്ങൾ തിരഞ്ഞെടുത്തത് മഹാദേവൻ്റെ പ്രതീകമായ 5 തിരിയിട്ട വിളക്കാണ്. ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ആ ഭഗവാൻ നിങ്ങളെ അതിൽ നിന്നെല്ലാം മോചിപ്പിക്കുമെന്ന കാര്യം ഒരു കാരണം കൊണ്ടും മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടദേവതയുടെ കടാക്ഷമുണ്ട് എന്ന കാര്യവും മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.